ഇത് പാസ്സാകാൻ ഫുൾ എ പ്ലസ് വേണമെന്നില്ല. ഈ കോഴ്സ് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് കിട്ടുന്ന ജോബ് കിട്ടും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. നമ്മൾ എങ്ങനെയാണ് ഈ കോഴ്സിനെ കാണുന്നത്, എന്ത് സ്ട്രാറ്റജി വെച്ചാണ് ഈ കോഴ്സിനെ കാണുന്നത്, അത് വെച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ പഠിച്ചോട്ടെ, പഠിക്കാവുന്നത്തോളം പഠിച്ചോട്ടെ, പാസ്സായാലും ഇല്ലെങ്കിലും അവർ നല്ല രീതിയിലൊരു ജോബ് കിട്ടാനുള്ള പ്രൊഫഷണൽ കോഴ്സ് ക്വാളിഫൈ ചെയ്ത ഒരാളും അല്ലെങ്കിൽ ഒരു ഡിഗ്രി PG കഴിഞ്ഞ ഒരാളും നമ്മൾ നോക്കുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ പ്രിഫർ ചെയ്യുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെയാണ്. ICMSന്റെ മറ്റൊരു ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം നമുക്ക് ഒരു വിശിഷ്ട അതിഥി നമ്മളൊപ്പം ഉണ്ട്. ICMSന്റെ ഈ സ്റ്റുഡൻറ് നെറ്റ്വർക്കിന് അലുമിനി നെറ്റ്വർക്കിൽ UAE ചാപ്റ്ററിന്റെ പ്രസിഡന്റും കൂടി ആയിട്ടുള്ള CMA മുഹമ്മദ് സജാദ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സജാദ്, നമ്മുടെ ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. എന്തൊക്കെയുണ്ട്, എങ്ങനെ പോണു ലൈഫ്? സുഖം, അടിപൊളിയായിട്ട് പോണു. 2021 CMA ക്വാളിഫൈ ചെയ്തു. ഓക്കെ, നോക്കുമ്പോ ഒരു 4 വർഷത്തെ ഒരു സമയം കാണുന്നുണ്ട്. ഈ ഒരു 4 വർഷം എങ്ങനെയായിരുന്നു? 21 ശേഷം 21 മുമ്പും എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി 2016 ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇനി എന്ത് എന്നുള്ളൊരു നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് ഒരു ആലോചന വന്നു. അതുവരെ ഞാൻ അംബിഷ്യസ് ആയിരുന്നില്ല. ഡിഗ്രി ചെയ്ത സമയത്തും എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് കുറച്ച് ട്രാജിക് ഇഷ്യൂസ് വന്നു. എൻ്റെ ഫാദർ മരിച്ചത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സമയത്താണ്. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ PG ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് കുറെ പേര് എക്സാമിന് അപ്ലൈ ചെയ്തു, എക്സാമിന് എഴുതി. അപ്പൊ ഞാനും ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഞാൻ എന്നെ കൗൺസിൽ ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്കൊരു അവസരം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോ എനിക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനൊരു അവസരം കിട്ടിയില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ PG എക്സാമിന് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടില് PGക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു മാർക്കും എനിക്ക് മെറിറ്റിൽ കിട്ടാനൊരു മാർക്കും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫിനാൻഷ്യലി ആ സമയത്ത് അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. പല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 3-4 വർഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത സമയത്താണ് എന്നാ CMA ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇത് വന്നത്. അങ്ങനെയാണ് ഞാൻ CMAക്ക് രജിസ്റ്റർ ചെയ്തത്. അന്ന് കോളേജ് പടിയിലുള്ള സെൻറ്ററിലായിരുന്നു ഞാൻ രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പേര് എന്നാൽ ഞങ്ങളും CMAക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ജോയിൻ ചെയ്തത്. പക്ഷേ പിന്നെ പറഞ്ഞ പോലെ ഉപ്പാൻ്റെ ആകസ്മിക മരണവും കാര്യങ്ങളൊക്കെ വന്ന് ഫിനാൻഷ്യലി ഒന്ന് ഡൗൺ ആയ സമയത്ത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അതായത് ICMSൽ CMA പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ പാസ്സാവാൻ കുറച്ച് ഡിലേ വന്നു. കാരണം രാവിലെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുന്ന എന്ത് പണിയായിരുന്നു? ഞാനൊരു സിമന്റ് ഡീലർഷിപ്പ് അവരെ കൂടെ അക്കൗണ്ട്സ് കാര്യങ്ങൾ ചെയ്യുന്ന ഷോപ്പിലായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇന്റർമീഡിയറ്റ് പഠനം 4-5 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരുന്നില്ല, വീക്കിലി ക്ലാസ് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു വീക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഓഫ്, അങ്ങനെയായിരുന്നു. ക്ലാസ് തുടങ്ങി ഒരു 6-7 മാസം കഴിഞ്ഞ് ഫസ്റ്റ് എക്സാം കഴിഞ്ഞ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. ഫസ്റ്റ് 6 മന്ത്സിൽ ജൂണിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഡിസംബർ എക്സാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് മാർച്ചിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് 2 തവണ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഓരോ ഹെൽത്ത് ഇഷ്യൂസും വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ക്ലാസ്സും കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ 2 തവണ അറ്റംപ്റ്റ് ചെയ്ത് അതിൽ ഒരു തവണ ഒരു 9 മാർക്കിന് ഒരു അറ്റംപ്റ്റ് പോയി അഗ്രിഗേറ്റില്. പിന്നെ എന്തായാലും വേണ്ടില്ല, വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കിട്ടിയിട്ട് വേണം എനിക്ക് പഠിക്കാൻ വേണം. അങ്ങനെയാണ് പിന്നെ വർക്ക് ചെയ്തതിന് കൂട്ടത്തിലാണ് ഞാൻ പഠിച്ചത്. 2018 ഡിസംബറിലാണ് ഞാൻ ഇന്റർ ക്വാളിഫൈ ചെയ്തത്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. പിന്നെ 2021 കൊറോണന്റെ ആ ഒരു ഗ്യാപ്പിൽ ഒരു 7 to 8 months വീട്ടിൽ തന്നെ, വേറെ എവിടെയും പോകുമ്പോൾ ഉള്ളൊരു അവസരമില്ല. അപ്പോൾ ആ സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ ക്വാളിഫൈ ചെയ്തു. CMA ക്വാളിഫൈ ചെയ്തു. അതെ, അതായത് ഞാൻ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ പഠിത്തം മാത്രമല്ലാതെ എല്ലാ തരം ഏരിയയിലും ഒരു കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പഠിത്തത്തിൽ എനിക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ CA CMA പോലുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ അതിന് വില്ലിംഗ് ആയിട്ട്
ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിന് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നില്ല എൻ്റെത്. കാരണം ഞാൻ നാട്ടിൽ തന്നെ പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറ്റംപ്റ്റുകൾ കുറെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് CMA ക്വാളിഫൈ ചെയ്തിട്ട് നമ്മളെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽസ്, നമ്മുടെ റിസൾട്ടിന് മുന്നേ എങ്ങനെയാണ്, റിസൾട്ടിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളതിൽ ഒരു മീഗർ ചേഞ്ച് തന്നെ ലൈഫിൽ വന്നിട്ടുണ്ട്. കാരണം വീട്ടിലെ ഏണിംഗ് മെമ്പറാണ്. അപ്പോൾ എന്തായാലും വീടിനെ നല്ല രീതിയിൽ നോക്കാനും ഉമ്മാനും സിസ്റ്റേഴ്സിനും, ഞാനും എൻ്റെ 2 സിസ്റ്റേഴ്സാണ് വീട്ടിലുള്ളത്, പിന്നെ ഉമ്മയുള്ളത്, അവരെ നല്ല രീതിയിൽ നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ജോബിന് തന്നെ ട്രൈ ചെയ്യണം എന്നുള്ള നിലക്ക് ഞാൻ ICMS തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ക്വാളിഫൈ ചെയ്ത സമയത്ത് ഞാൻ ഖത്തറിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ അക്കൗണ്ട്സ് മാത്രമല്ല, അവരെ ഓൾ ഇൻ ഒരു അഡ്മിൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഇതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അത് പോരാ എന്നുള്ളത് കൊണ്ട് ഞാൻ 1 വർഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി. 1 വർഷത്തായിരുന്നു അവിടെ വിസ കാലാവധി ഉണ്ടായിരുന്നത്. ആ 1 വർഷത്തിന് ശേഷം പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 5-6 മാസം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ തിരിച്ച് വീണ്ടും UAE പോയി. UAE ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഞാനൊരു സെമി ഗവൺമെന്റ് കമ്പനിയിൽ ഇപ്പോൾ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏത് എമിറേറ്റ്സിലാണ്? ഫുജൈറയിൽ. ഞാൻ ആദ്യം അക്കൗണ്ടന്റ് ആയിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഫിനാൻസ് മാനേജർ ലീവിന് പോയ സമയത്ത് ആക്ടിംഗ് മാനേജറായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തു. 2-3 മാസം ആക്ടിംഗ് മാനേജറായിട്ട് നിന്നു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് അവർ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ 2 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ലൈഫിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒട്ടേറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിച്ചു. കുറെ പേരെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് അതങ്ങനെ ഒന്ന് പച്ചയായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വീട്, അന്തരീക്ഷം, ഇതിനെന്ത് മാറ്റം നമുക്ക് ശരിക്കും? നമ്മളെ വീട് എന്ന് പറയും, നമ്മളെ അത് നമുക്ക് നമ്മളേതായിട്ട് ഒരു ഡ്രീം എന്നുള്ള നിലക്ക് ഉപ്പുണ്ടാക്കിയ വീടാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാൻ എന്നുള്ളതിൽ ചില കാര്യങ്ങൾ എനിക്ക് വീട് ചെയ്യാൻ പറ്റി. അതേപോലെ നമുക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റി. പിന്നെ ഞാൻ കല്യാണം കഴിച്ച വൈഫ്, അവള് ഇതുപോലെ CMA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ക്വാളിഫൈ ചെയ്ത് നല്ലൊരു ജോബ് കിട്ടിയതിന് അതിന്റെ ഒരു ബലത്തിലാണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. ഗുഡ്. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് ചേഞ്ച് എന്നുള്ളത് ഫാമിലിയിലും ഒരു പറ്റുവാണെങ്കിൽ സൊസൈറ്റിയിലൊക്കെ ആ ചേഞ്ചസ് പടർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് ജേർണി എന്നുള്ള ചോദ്യം ഇനി ഞാൻ ചോദിക്കേണ്ടതില്ല, അത് ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ കാണുന്ന മാറ്റങ്ങൾ, ലൈക്ക് ഇപ്പോൾ കുറേം കൂടെ പ്രോഗ്രസീവായിട്ട് കുട്ടികൾ കൊമേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഓക്കെ, അത് പരസ്യങ്ങൾ ഉണ്ടാകാം, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകാം, ആകർഷണീയതകൾ ഒരുപാട് ഉണ്ടാകാം. എന്തൊക്കെയാണ് സത്യത്തിൽ ഇപ്പോൾ കൊമേഴ്സിനെ ഉണർത്തുന്ന കാര്യങ്ങൾ? എന്താ തോന്നിയിട്ടുള്ളത്? ഒന്നാമത് ഈ പ്രൊഫഷണൽ ഗ്ലാമർ ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഗ്ലാമർ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ക്വാളിഫൈ ചെയ്ത ഒരാളും അല്ലെങ്കിൽ ഒരു ഡിഗ്രി PG കഴിഞ്ഞ ഒരാളും നമ്മൾ നോക്കുമ്പോൾ ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ പ്രിഫർ ചെയ്യുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെയാണ്. ആ ഒരു ഗ്ലാമർ ഉണ്ട്. അതേപോലെ ഒബ്വിയസ്ലി നമ്മുടെ പേ സ്കെയില്, സാലറി എന്തായാലും അത് നോക്കാതെ ആരും ജോബും കാര്യങ്ങളും എന്തായാലും നോക്കുന്നുണ്ടാവില്ല. പിന്നെ ഫാമിലി കാര്യങ്ങളും നോക്കിയിട്ടാണ് പിന്നെ അതിലൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. മെയിൻലി എല്ലാവരും നോക്കുന്നത് നമ്മുടെ ബെനിഫിറ്റ് എങ്ങനെയാണ്, മോണിറ്ററി ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്ന UAE നിലവിൽ അതിന് നല്ലൊരു ബൂം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ആണ് നോക്കുകയാണെങ്കിലും നമ്മുടെ റെസ്പെക്ട് വൈസ് നോക്കുകയാണെങ്കിലും ഈ ഗ്ലാമറസ് പോസ്റ്റ് ആണ് ഈ CMA പേരിന് ഒപ്പം ഒരു ടേം ചേർക്കുകയാണല്ലോ അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു അഡ്രസ്സിനെ ചേർക്കുകയാണ് CMA എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഡെസിഗ്നേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ തന്നെ മാറ്റി മറിച്ചിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പൊ ഇനി വരുന്ന കുട്ടികളോട്, പ്രത്യേകിച്ച് ഒരു ന്യൂ ജെന്നാണ് ഇതിലേക്ക് കയറി വരുന്നത്. ഓക്കെ, അവരോട് പറയാണ്, ഇപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ ഏതായാലും നമ്മൾക്ക് ഇത് കയറാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളോട് വിളിക്കണമെങ്കിൽ ഈ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പഠനത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? അവരോട് പറയാനുള്ളത്, ഇപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത്
ഇപ്പോൾ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാം. ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഞാൻ പാസ്സാവാൻ ലേറ്റ് ആയത് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. കാരണം എൻ്റെ കൂടെ ജോയിൻ ചെയ്ത, എൻ്റെ കൂടെ ഡിഗ്രി ക്വാളിഫൈ ചെയ്ത് എൻ്റെ കൂടെ CMAക്ക് ജോയിൻ ചെയ്ത 5-6 പേര് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്തവരുണ്ട്. 2018-19 ക്വാളിഫൈ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു 3 ടേം അഡീഷണൽ എടുത്തിട്ടാണ് ക്വാളിഫൈ ചെയ്തത്. ഞാൻ അഡീഷണൽ ആയിട്ടൊരു സംഗതി ഞാൻ പഠിക്കുന്ന കൂടെ ചെയ്തത് കൊണ്ടാണ് ക്വാളിഫൈ ചെയ്യാൻ ലേറ്റ് ആയതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇന്റർ ക്വാളിഫൈ ചെയ്യുക. ഇന്റർ ക്വാളിഫൈ ചെയ്തിട്ട് ഒരു 15 മാസത്തെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 1.5 വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പഠിക്കുക. ഇനിയല്ല അവര് ഫുള്ളി കോൺഫിഡന്റ് ആണ്, എനിക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ട്രെയിനിങ് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ജോബ് കൊണ്ടുപോകാൻ പറ്റും, അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോവാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് ഇതിൽ ഒരുപാട് രക്ഷിതാക്കള് ഇപ്പൊ അങ്ങനെയും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ എൻ്റെ മോൻ CA പഠിക്കണത്, എൻ്റെ മോള് CMA പഠിക്കണത്. കാരണം മകളുടെ ഒക്കെ കല്യാണത്തിന് വാല്യൂ ഒക്കെ നിർണ്ണയിക്കുന്ന ഇപ്പൊ പഠനങ്ങളാ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. ഓള് CMA പഠിക്കണം, CA പഠിക്കുകയാണ്. ഇങ്ങനെ ഒരു രക്ഷിതാവിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ കുട്ടികളെ എന്തിനു വേണ്ടിയിട്ട് വിടണം? CMA എടുക്കുന്ന രക്ഷിതാക്കളോട് എന്ത് പറയണം? ഇപ്പോ ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളത്, അവൻ CMA ആണ്, അവൻ CA ആണ്, ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഫാമിലിയിൽ അവൻ CA ആണ് അല്ലെങ്കിൽ CMA ആണ്. കാരണം ഈ കോഴ്സ് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് കിട്ടുന്ന ജോബ് കിട്ടും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്, പേരൻസിന് ഉറപ്പാണ്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഉമ്മ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവൻ പഠിച്ചോട്ടെ, പഠിച്ചിട്ട് പിന്നെ പഠിക്കാവുന്നത്തോളം പഠിച്ചോട്ടെ, പാസ്സായാലും ഇല്ലെങ്കിലും അവർ നല്ല രീതിയിലൊരു ജോബ് കിട്ടാനുള്ള ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഓറിയന്റേഷനും കാര്യങ്ങളൊന്നും പേരൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഉപ്പ മരിച്ച സമയത്താണ് ഞാൻ ഉമ്മ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഉമ്മക്ക് ഞങ്ങളെ ഫാമിലിയിൽ മുന്നേ ഇതേപോലെ CA ചെയ്ത 1-2 പേരുണ്ടായിരുന്നു. അപ്പൊ അവരെ റിവ്യൂസ് കിട്ടിയിട്ട് എൻ്റെ ഉപ്പാന്റെ കസിന് ഇതേപോലെ CA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ CMAക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവന്റെ പിന്നെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് അറിയാം. ഉപ്പ മരിക്കണ മുമ്പ് ഇത് ആഗ്രഹിച്ചിരുന്നോ മോൻ ഇങ്ങനെ ആവും എന്നുള്ളത്? അല്ലെങ്കിൽ ഉപ്പാക്ക് എൻറ്റയർലി ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. അതായത് എന്നെ ഒരു ഡോക്ടറാക്കുക, ആയുർവേദിക് ഡോക്ടറാക്കുക എന്നുള്ളൊരു മെഡിസിൻ എന്നുള്ള രീതിയിലേക്കുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി എൻ്റെ ഇതിൽ പോവാന്നുള്ളതാണ്. പിന്നെ ആ സമയത്ത് SLC കഴിഞ്ഞ സമയത്ത് എന്റെ തീരുമാനപ്രകാരം തന്നെയാണ് ഞാൻ കൊമേഴ്സ്. ഇതന്നെയായിരിക്കും രക്ഷിതാക്കളോട് പറയാനുണ്ടാവുക അല്ലെ? കുട്ടികളുടെ തീരുമാനം എന്താണോ, കുട്ടികളെ മേലൊന്നും അടിച്ചേൽപ്പിക്കാതെ അവരിഷ്ടം എന്താണോ അതിനനുസരിച്ച് അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി അങ്ങനെയൊക്കെ പഠിക്കാൻ തീരുമാനിച്ചാല്, നേരത്തെ ഉണ്ടായിരുന്ന ഇന്നത്തവണ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. മുമ്പ് ചിലപ്പോൾ നമുക്ക് CMA എന്നുള്ളതിന് ഒരു അപകർഷതാബോധം എന്നുള്ളത്, ഒരു കോളേജുകൾ ഭയങ്കര ഹൈപ്പൂഷായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കോളേജുകൾ ഭയങ്കര സംവിധാനം, എല്ലാ പരിപാടികളും നടക്കുന്നു. എന്നാൽ ഈ CMA കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കൊക്കെ അതിൽ ഒരു ICMSനൊക്കെ ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ക്യാമ്പസ് ഒക്കെ ബിൽഡ് ചെയ്തു. ഈ ഒരു ചേഞ്ച്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ കോഴ്സിന് കൊടുക്കുന്ന ഒരു സോഷ്യൽ സപ്പോർട്ട്, ഒരു കമ്മിറ്റ്മെന്റ്, എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ICMSൽ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെയുണ്ട് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകൾ. ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തി, എക്സാമുകൾ സംഘടിപ്പിച്ച് കണ്ടെത്തി അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, അത് കൂടുതൽ എൻകറേജ് ചെയ്ത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ഫോളോ ചെയ്യണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതായത് ICMSനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നല്ലൊരു പ്രോഗ്രാമാണ് ICMS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും പലതവണ ആലോചിച്ചതാണ്. എന്നോട് കൂടുതൽ രക്ഷിതാക്കൾ എൻ്റെ നേറ്റീവ് പ്ലേസിലുള്ള ആൾക്കാർ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ICMS എങ്ങനെയാണ് അവരുടെ സ്ട്രാറ്റജി, എന്തൊക്കെയാണ് അവരെ പ്രോഗ്രാംസുകൾ. അപ്പം ഞാൻ കൂടുതലായിട്ട് പിന്നെ എൻ്റെ കാര്യങ്ങളും കൂടാതെ ICMS പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് അങ്ങനെ ജോയിൻ ചെയ്ത്, കുറെ പേര് ഇപ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്യുന്നതിന് മുന്നേ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വിട്ടു, പക്ഷെ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ എൻ്റെ ഒരു കസിനാണ് അവൻ. ഞാൻ ഇന്റർ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ അവനോട് ഫൗണ്ടേഷൻ, അവൻ കാറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്തതാ. ഞാനും അവനും ഒരുമിച്ച് ഫൈനലിൽ വന്നു. അവന് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്വാളിഫൈ ചെയ്തു.
ഞാൻ വീണ്ടും ഒരു അറ്റംപ്റ്റ് എടുത്തു. ഓക്കെ, ഇങ്ങനെ ഇതിലേക്കും കുറെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത ആള് എന്നുള്ളതിലേക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കോഴ്സാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ കമ്പയർ ചെയ്യുമ്പോൾ? എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കാരണം ഫീസ് ഒബ്വിയസ്ലി നമ്മൾ ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെറിറ്റ് കോളേജിൽ വെച്ച് കമ്പയർ ചെയ്യാതെ ഒരു അൺഎയ്ഡഡ് കോളേജ് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ലെസ് ആണ് എനിക്ക് തോന്നുന്നത്, ലെസ് ആയിട്ടാണ്. കൂടാതെ ഗവൺമെന്റ് സപ്പോർട്ടായിട്ട് സ്കോളർഷിപ്പും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് 2 സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു സ്റ്റഡി ടൈമിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് ക്വാളിഫൈ ചെയ്യുന്ന ടൈമിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അവന്റെ ഇതിൽ വന്ന എക്സ്പെൻസ് എല്ലാം ഈ സ്കോളർഷിപ്പ് കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ പാസ്സായ 1-2 സ്റ്റുഡൻസ് 1-2 ഫ്രണ്ട്സ് എന്റെ കൂട്ടത്തിലുണ്ട്. അതേപോലെ ഈവൻ ആ കോസ്റ്റ് ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് സാലറിയിൽ അവർക്ക് ഓർക്ക ചെയ്യാനും പറ്റും. ഇൻ കേസ് സ്കോളർഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ബേസിക് ആയിട്ട് തന്നെ നമുക്ക് 60,000 70,000 സാലറി UAE ഇതിലാ പറയുന്നത്. 70,000 മിനിമം നമുക്ക് സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് CMA എന്ന് പറയുന്നത്. അത് ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർക്കുള്ള സാലറിയാ പറയുന്നത്. ആ സാലറി കിട്ടിയത് തന്നെ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഞാൻ പറഞ്ഞ പോലെ സ്കോളർഷിപ്പുകൾ മീറ്റ് ചെയ്യാൻ ക്വാളിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്കോളർഷിപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളെ പ്രൊഫഷനിലേക്ക് ഇപ്പൊ 21 കഴിഞ്ഞു, ജയിച്ചു, നമ്മളെ കുടുംബവും വീട്ടും അവരൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ റിയലി ഈ പ്രൊഫഷന്റെ ഒരു അവസ്ഥ എന്താണ്? ലൈക്ക് അതിലേക്ക് പുതിയതായിട്ട് ക്വാളിഫൈ ചെയ്ത് വരുന്ന കുട്ടികളോട് എന്ത് പറയണം? എങ്ങനെ ആയിരിക്കണം ഇതിലേക്ക് ബ്ലെൻഡ് ആവേണ്ടത്? പൂർണ്ണമായിട്ടും ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ആക്ച്വലി അത് ആവശ്യമാണ്. നമ്മുടെ മെറ്റീരിയൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അതേപോലെ ഓരോ എക്സാമിന് വരുന്ന റിവേഴ്സ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ സമ്മറി പോലെ, അല്ലെങ്കിൽ ആ ബുക്ക്ലെറ്റ് പറയുന്ന കാര്യങ്ങൾക്ക് പുറമെ എന്താണ് ആക്ച്വലി ഈ ഒരു ഫീൽഡിൽ നടക്കുന്നത്. ഇപ്പോൾ ആ ഓരോരുത്തർക്കും ഓരോ ഏരിയ ഉണ്ടാവും ഫോക്കസ് ചെയ്യാൻ. ഞാൻ ഈ കോസ്റ്റിങ്ങിലാണ് നോക്കുന്നത്, ഫിനാൻസ് ആണ്, അക്കൗണ്ട്സ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വരിക, എന്തൊക്കെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻസ് എന്തൊക്കെ നോക്കണം എന്നുള്ളത് പഠിക്കുക. അത് നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിൽ കിട്ടിക്കോളണമെന്നില്ല. അത് നമ്മളൊന്ന് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു പെർസ്പെക്റ്റീവ് ഞാൻ നേരത്തെ നമ്മളോടൊപ്പം സംസാരിച്ചപ്പോൾ നൂറിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഇപ്പോൾ ഈ കോഴ്സുകൾ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്, ലൈക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ കോഴ്സുകൾക്ക് ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ്, അതിന് ഒരു ഉത്തരം എന്തായിരിക്കും? അതിൻ്റെ ഒരു റിവ്യൂ എന്തായിരിക്കും അനുഭവിച്ച ഒരാൾ എന്നുള്ളതിലേക്ക്? ഇന്ത്യൻ കോഴ്സുകൾക്ക് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ CA ആണെങ്കിൽ CMA ആണെങ്കിലും ഓരോ കമ്പനി ഡിപ്പെൻസ് ആണ്. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ഒരു CA ആയിരുന്നു. പുള്ളി മലയാളിയായിരുന്നു. പുള്ളിക്ക് CMA കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളി എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത സമയത്തും ഈ സാധാ അക്കൗണ്ട്സ് അല്ല ചെയ്യേണ്ടത്, എൻ്റെ ഫീൽഡ് കോസ്റ്റിംഗ് ആണ്, കോസ്റ്റിംഗ് കൂടുതൽ കെയർ ചെയ്ത് നോക്കണം അത് കൂടി തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിനാൻസ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസിന്റെ ഹെഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ CA CMA ആണെങ്കിൽ നമുക്ക് കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ SCCA കോഴ്സ്, CMA US, അതേപോലെ അങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകൾ, ഇന്ത്യക്ക് പുറമേയുള്ള കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത ആൾക്കാരാണെങ്കിൽ കൂടെ അവർക്കും CMA കുറിച്ചും ICA കുറിച്ചും കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അവരും കൂടുതലായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു സജാവ് വർക്ക് ചെയ്യുന്ന ഒരു സെമി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അവിടെ പോലും ഇന്ത്യൻ CMA അല്ലെങ്കിൽ ഇന്ത്യൻ കോഴ്സുകളെ അറിയുമെങ്കിൽ ഒരു HR ആവട്ടെ, ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആവട്ടെ, അവർക്ക് നല്ല സ്വീകാര്യത ഇന്ത്യൻ CMAകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ PG കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു MBA ഫിനാൻസ് കഴിഞ്ഞ ഒരാള് എന്നതിലുപരി ഇപ്പൊ CMA ഇന്റർ അല്ലെങ്കിൽ CA ഇന്റർ കഴിഞ്ഞ ഒരാളെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെക്കാൾ ഉപരി എക്സ്പീരിയൻസിന് പുറമെ അവരെക്കാൾ ഉപരി ഇവന് വളരാൻ ഒരു അവസരമുണ്ട്, അവനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള
ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മളെ കാൻഡിഡേറ്റിന്റെ സ്കില്ലും കൂടെ ഓക്കെ ഓക്കെ. ഇനിയോ ഞാൻ അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്നുള്ളത്, നിങ്ങളെ പോലത്തെ ആളുകള് UAE ആവട്ടെ അതല്ലെങ്കിൽ യൂറോപ്പ് ആവട്ടെ എവിടെ ആവട്ടെ ഇന്ത്യൻ കോസ്റ്റിങ്ങും ഇന്ത്യൻ ചാർട്ടേഡ് വർക്കുകളൊക്കെ എത്രമാത്രം വെൽ ഡിസേർവിംഗ് ആയി ചെയ്യുന്നോ, നാളെ നിങ്ങളെ പുറകെ വരുന്നവർക്ക് അതൊരു വലിയ ഒരു എന്താ പറയാ ഒരു ബേസ് ഫൗണ്ടേഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ICMSന്റെ അലുമിനിയുടെ അതായത് UAE അലുമിനിയുടെ പ്രസിഡന്റ് എന്നുള്ള എന്താണ് ഇപ്പൊ കുട്ടികളെ ഇങ്ങനെ എൻക്വയറി ചെയ്യാറുണ്ടോ, നെറ്റ്വർക്ക് ചോദിക്കാറുണ്ടോ, എന്താണ് അതിന്റെ ഒരു അവസ്ഥ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ സാറും കൂടെ ഉണ്ടായിരുന്നു അന്ന് ICMS അലുമിനിയുടെ ഫോർമേഷൻ സമയത്ത്. അന്ന് ഇത് ഫോം ചെയ്ത ഉടനെ തന്നെ, ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ കൂടുതൽ പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഒഫീഷ്യലി ഒരു അലുമിനി ചാപ്റ്റർ എന്നുള്ളതിന് പുറമെ അതിനു മുന്നേ ഈ പറഞ്ഞ പോലെ നമ്മുടെ CMA കുറിച്ചും അവിടെ CMAക്കുള്ള വേക്കൻസികളെ കുറിച്ചും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും കൂടുതൽ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന റെഫറൻസ് വെച്ച് ഞാൻ അവർക്ക് റെഫറൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ 1-2 പേര് നമ്മുടെ ഈ അലുമിനിയുടെ മുന്നേ ഈ അലുമിനി ഫോം ചെയ്തതോടു കൂടെ നമ്മുടെ നെറ്റ്വർക്ക് വലുതായി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഒരു 30 പേര് അല്ലെങ്കിൽ 40 പേര് അല്ലെങ്കിൽ നമ്മുടെ ICMSന്റേതായിട്ട് അലുമിനി അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ നമ്മുടെ ICMS അലുമിനിയിൽ എനിക്ക് തോന്നുന്നത് 110 കൂടുതൽ ആൾക്കാർ നമ്മുടെ UAE മാത്രം. അതില് ഇനിയും കൂടുതൽ പേരെ കണ്ടെത്താനിരിക്കുന്നു. കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ വർക്ക് ചെയ്യുന്ന ICMSന്റെ ഇന്ററും ഫൈനലും കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എന്നോട് ഇന്നൊരാൾ ചോദിച്ചു, സാർ നമ്മളെ UAE ചാപ്റ്ററിന്റെ ഒരു നമ്പർ ഒന്ന് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നാട്ടിലുണ്ട്, നിങ്ങൾ അവിടെ എത്തിയിട്ട് ബന്ധപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോ 2021 ഞാൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിപ്പോ കൂടുതൽ പേര് UAEയിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. 4-5 വർഷം, മാക്സിമം ഒരു 5 വർഷം ആയിട്ടുണ്ടാവുള്ളൂ നമ്മളൊരു CMA അലുമിനി UAEയിൽ എത്തിപ്പെട്ടിട്ട്. 5 വർഷം അല്ലെങ്കിൽ 6 വർഷം എല്ലാവരും ഒരു ബഡ്ഡിങ് സ്റ്റേജിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡെവലപ്പ് ആയിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് മോണിറ്ററി ലെവലിൽ നമുക്കൊരു ഹെൽപ്പ് എന്നുള്ളതിൽ വലിയ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും അക്കോമഡേഷന്റെ കാര്യമാണെങ്കിലും ഫുഡ് ആണെങ്കിലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാ എമിറേറ്റിലും ഫുജൈറ അടക്കമുള്ള 7 എമിറേറ്റിലും നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട്. അതിന് നമുക്ക് ഓരോ എമിറേറ്റിലും നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ത്രൂ കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ കൂടെ ഒരു ഭാരവാഹി അല്ലാത്ത ആൾക്കാർ പോലും നമുക്ക് വരുന്ന ആൾക്കാർക്ക്, ഈ സെറ്റിങ്ങിന് വരുന്ന ആൾക്കാർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ അലുമിനി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു നല്ലൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു ജീനിൽ എവിടെയോ ഒരു പൊതുപ്രവർത്തനം കൂടെ ബാക്കിയുള്ളത് കൊണ്ട് ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോകാനും അവരെല്ലാരും ഒരു കരക്കണിയെന്ന് കാണാനുള്ള ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്രവർത്തനം ഉണ്ടാകും. അങ്ങനെ അതിനെ ആസ്വദിക്കുന്നുണ്ടോ? ആ ഒരു രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മളെ വർക്കിന്റെ പാറ്റേണും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്യുക. ഇൻ കേസ് നമ്മൾ ഫ്രീ ടൈം ആയിട്ട് കിട്ടുമ്പോൾ വർക്കിന്റെ ഇടയിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൊളീഗ്സ് കമ്പനി മാറി പോകുമ്പോൾ അവരെ കമ്പനിയിൽ വല്ല വേക്കൻസികളും വരുമ്പോൾ അല്ലെങ്കിൽ ഓപ്പണിങ്സ് വരുമ്പോൾ നമ്മൾ അറിയിക്കാറുണ്ട്. നമ്മളെയാണ് പ്രിഫർ ചെയ്യുക അവർ കൂടുതൽ. കാരണം നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രൊഫഷൻ കയ്യിലുള്ള ഒരാളാണ് നിലക്ക് നമ്മളടുത്ത് കണക്ഷൻ ഉണ്ടാവും, നമുക്ക് അതിനെ പറ്റിയ ആൾക്കാരുണ്ടാവും എന്നുള്ള അവരെ ചിന്ത നമ്മൾ അവരടുത്ത് വന്നുകൊണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മളെ അടുത്ത് അങ്ങനെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവര് പുറത്തേക്ക് നോക്കുന്നുള്ളൂ. അങ്ങനെ 1-2 പേരെ ഞാൻ റെഫറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ICMS അലുമിനി കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇനി വേറൊരു ആംഗിളിലേക്ക് പോയാലേ, നമ്മളിപ്പോ കൊമേഴ്സിന്റെ ഒരു ഹ്യൂജ് ബൂമിങ്ങിനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ CA CMA CS എന്നുള്ള ഇന്ത്യൻ കോഴ്സുകൾ, ഇതിന്റെ അപ്പുറത്തേക്ക് UA CMA ACCA ഇപ്പോഴും ഇതിൽ മാത്രമാണ് ഇവിടെ ഒതുങ്ങി നിൽക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുന്നില്ല? അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന്റെ ഒരു സാധ്യത എന്താ? ഏതൊക്കെ കോഴ്സുകളാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ CA CMA CS പുറമെ ACCAക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ അടുത്താണ്, ഈ റീസെന്റ് ആയിട്ടാണ് ACCAക്ക് ഓഡിറ്റിങ്ങിനുള്ള ഒരു പവർ UAEയിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ അതൊരു റൈസിംഗ് സ്റ്റേജിലാണ് ACCA എന്ന് പറയാം സത്യം പറഞ്ഞാൽ. അതിന് പുറമെ ഇപ്പൊ CPA വരുന്നുണ്ട്. അതേപോലെ
CFA ആണ് CFAക്ക് നല്ലൊരു സ്കോപ്പ് കാണുന്നുണ്ട്. നമ്മളെ ലിങ്ക്ഡിൻ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ ലിങ്ക്ഡിൻ്റെ നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ വേക്കൻസികളിൽ കൂട്ടത്തിൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ CPA CFA എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾക്ക്. അപ്പോൾ കൂടുതലായിട്ടും കടന്നു വരുന്നുണ്ട്. പക്ഷെ CA CMA CS പോലും അത്ര ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രചാരണത്തിലില്ല. ഓക്കെ. പുതുതെന്നാണ്, പുതുന്ന് പറഞ്ഞാല് ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് നമ്മൾ അത്ര റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനൊരു ലെവൽക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഏതായിരുന്നാലും ഇതിലൊക്കെ വരുന്ന കുട്ടികളോട് നേരത്തെ പറയാനുള്ളൊരു അഡ്വൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഈ കോഴ്സിനെ കുറിച്ച് അറിയില്ലെങ്കിലും, അതായത് കോഴ്സിന്റെ ധാരണകളില്ലെങ്കിലും ഒറ്റ ധാരണ ഉണ്ട്, ഭയങ്കര ടഫാണ് എന്നുള്ളതാണ്. ഈ ഒരു 2021 എന്ന് പറയുമ്പോൾ അത്ര ദൂരമൊന്നും അല്ലല്ലോ ക്വാളിഫൈ ചെയ്ത ഒരാൾ എന്നുള്ളതിലേക്ക്. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് കുട്ടികളോട്? ഞാൻ പറയുകയാണെങ്കിൽ 2012 സിലബസിലാണ് ഞാൻ ഇന്റർ ചെയ്തത്. ആ സമയത്ത് ആ 12 സിലബസിലാണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്. 16 സിലബസിലാണ് ഞാൻ ഫൈനൽ ക്വാളിഫൈ ചെയ്തത്. കമ്പാരിറ്റീവ്ലി 2016 വെച്ച് നോക്കുകയാണെങ്കിൽ 12 വെരി ടഫാണ്. അത് ഫൈനൽ പഠിച്ചത് ആൾക്കാരും നമ്മോട് പറഞ്ഞത് ഭയങ്കര ടഫാണെന്നാണ്. ഞാൻ 12 എനിക്ക് ഫൈനലിന് അവസരം കിട്ടിയില്ല, 16ലാണ് ഞാൻ ഫൈനൽ ജോയിൻ ചെയ്തത്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ സിമ്പിളാണ് ഇപ്പോൾ പുതിയ സിലബസ് എന്നുള്ളതാണ്. 12നേക്കാൾ സിമ്പിളാണ് 22 സിലബസ് എന്നുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ എത്ര സിമ്പിളാണോ ടഫാണെന്നുള്ളതല്ല, നമ്മൾ പഠിക്കുന്നിടത്താണ്. എത്ര ഇപ്പം എൻ്റെ കൂടെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് വേറെ ബാച്ചുകളിൽ പാരലൽ കോളേജുകളിൽ പഠിച്ചിട്ട് CMAക്ക് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് പാസ്സായ ആൾക്കാരുണ്ട്. അതേപോലെ സപ്ലി ഉണ്ടായിട്ട് സപ്ലി ചെയ്ത് പാസ്സായി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്റർനെറ്റ് കോളേജ് അഡ്മിഷൻ എടുത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോഴ്സിന്റെ ടഫ് അല്ല നമ്മൾ നോക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് ആ കോഴ്സിനെ എടുക്കുന്നത്, നമ്മൾ എങ്ങനെ എടുക്കുന്നുണ്ട്, നമ്മളെ ഏത് രീതിയിലാണ് ആ കോഴ്സിനെ പിന്നെ കാണുന്നത്, എങ്ങനെയാണ് നമ്മളെ സ്ട്രാറ്റജി എങ്ങനെയാണ്, അതനുസരിച്ചിരിക്കും ടഫാണോ ഈസി ആണോ എന്ന് തീരുമാനിക്കാനും. ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അധ്യാപകരുടെ ഒരു സപ്പോർട്ട്, അതല്ലെങ്കിൽ ഈ ഒരു കോഴ്സുകളുടെ ഒരു സ്വഭാവം ശരിക്കും ഇത് ഇന്റർനാഷണൽ അക്സെപ്റ്റൻസും ഇപ്പൊ ബൂമും വരുന്നതിന്റെ വേറൊരു കാര്യം എന്നുള്ളത്, ഇത് എവിടെ നിന്നും പഠിക്കാം. ഇത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നത് പോലെ സെൽഫ് സ്റ്റഡി നടത്താം, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോവുകയും ചെയ്യാം. അതായത് നല്ലൊരു ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് വേണം എന്നുള്ളത് എന്താണ് അതിന്റെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് നിർബന്ധമായിട്ടോ ഇതിന് അനിവാര്യമായ ഘടകമാണ്. അതായത് ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കുന്ന ഒരാൾ, അത്രയും എക്സ്ട്രാ ഓർഡിനറി ഒരാൾക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒരു ഫാക്കൽറ്റി തരുന്ന ഒരു അറിവിനേക്കാൾ അപ്പുറത്തേക്കൊന്നും ഒരു സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് പാസ്സാവുന്ന ഒരാൾക്ക് കിട്ടിക്കോളണമെന്നില്ല. പാസ്സായ ബുക്കിലുള്ളത് മാത്രമല്ലല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. ഫാക്കൽറ്റീസ് പറയുമ്പോൾ അവരെ എക്സ്പീരിയൻസ്, ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലെ SMSലുള്ള ടീച്ചേഴ്സ് ഒട്ടുമിക്ക പേരും ഇതുവരെ പ്രൊഫഷണലി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാവും. അപ്പോൾ അവര് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം വെച്ചിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൂടെ ഹെൽപ്ഫുൾ ആവും നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഫാക്കൽറ്റീസിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതോടൊപ്പം ചേർത്ത് വെക്കട്ടെ, ICMSലാണ് പഠിച്ചത്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മൊത്തത്തിൽ എങ്ങനെ ഇതിനൊക്കെ ഒപ്പം ചേർന്ന് നിൽക്കേണ്ട ആ ഒരു സപ്പോർട്ട് എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യേണ്ടത്? എന്താ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഒപ്പീനിയൻ പറയാനുള്ളത്, ഞാൻ പഠിച്ച സമയത്ത് ICMSന്റെ ഇൻഫ്രാസ്ട്രക്ചർ വെരി ലോ ആയിരുന്നു. കാരണം ICMS തുടങ്ങിയ സമയമാണ്, സെക്കൻഡ് ബാച്ചാണ് ഞാൻ ഇന്റർ. ആ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ വളരെ ലോ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സലിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക. നമ്മുടെ ഈ 15 മാസം ട്രെയിനിങ്ങിന് പുറമെ എക്സൽ കൂടുതൽ കുട്ടികളെ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അതുപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. കാരണം പുറത്ത് പോവുകയാണെങ്കിൽ ഇപ്പൊ UAE ആയിക്കോട്ടെ, GCC ആയിക്കോട്ടെ, ഇപ്പൊ ഈവൻ യൂറോപ്പ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ, അതും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും, നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോയാൽ എല്ലാം ചെയ്യാൻ പറ്റൂല. ഇന്റർവ്യൂവില് കൂടുതലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് അവർ നോക്കുന്നത് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ഒരു ICMSന്റെ ഗുണം തന്നെ ഈ ഒരു അലുമിനി നെറ്റ്വർക്ക് ഒക്കെയാണ്. കാരണം നിങ്ങളുടെ ഒരു ഓരോരോ ഫീഡുകൾ അപ്പപ്പോഴുള്ള ചേഞ്ചസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈവൺ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്നേ ദിവസം ഇവിടെ ഉച്ചവരെ നടന്നിട്ടുള്ളത് കേരളത്തിലെ ഒരു മികച്ച HR കൊടുക്കുന്ന HR ട്രെയിനർ അല്ല, HR പ്രൊഫഷണലി 10 വർഷമായിട്ട് HR കൊടുത്തിട്ട് ഇത്തരം ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഒരു ന്യൂജൻ കുട്ടികളോട് അവരും കൂടെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട പെട്ടെന്നാണ് ക്ഷമയില്ലെങ്കിൽ ഇത് നടക്കുമോ? നടക്കൂല. എല്ലാത്തിനും ക്ഷമയാണ് വേണ്ടേ. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാൻ ടൈമില്ല, പഠിക്കാൻ പറ്റില്ല എന്നുള്ളതുണ്ടെങ്കിൽ CMA ചെയ്യരുത്. എനിക്ക് പറയാനുള്ള പേഴ്സണൽ ഒപ്പീനിയൻ. അത് ഫുൾ A+ ആണെങ്കിലും ചെയ്യരുത്. ഫുൾ A+, ഇത് പാസ്സാകും, ഫുൾ A+ വേണമെന്നില്ല. ജസ്റ്റ് പാസ്സായി അയാൾക്ക് എന്ത് പാസ്സാകാൻ പറ്റും? ഫുൾ A+ ആള് കിട്ടിയെന്ന് വെച്ചിട്ട് അയാൾ പാസ്സായിക്കോളന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ കോഴ്സിനെ കാണുന്നത്, എന്ത് സ്ട്രാറ്റജി വെച്ചാണ് ഈ കോഴ്സിനെ കാണുന്നത്, അത് വെച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. അതെനിക്ക് പറയാനുള്ളൂ. ക്ഷമയില്ലാതെ ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല. ക്ഷമയ്ക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം 5 വർഷം എടുത്തു. 5 വർഷം ക്ഷമിച്ചിട്ടാണ് ഞാനിത് പാസ്സായത്. ഓക്കെ. ഏതായിരുന്നാലും ഇവിടെ എത്തി. ഇനി എന്നാ തിരിച്ചെന്നാ അങ്ങോട്ട് പോകുന്നത്? നെക്സ്റ്റ് വീക്കിലേക്ക് കമ്പനി ജോയിൻ ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഈ ഒരു ട്രാവലിംഗ് ഇതിനൊക്കെ ഒരു കമ്പനികളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്? അത് ഓരോ കമ്പനി ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്ന ഓഫർ ലെറ്ററിൽ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യും. നമുക്ക് പെട്ടെന്നൊരു കമ്പനി കയറി നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഓരോ കമ്പനിയും ഓരോ ലെവലിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറിയാണ്. ഇപ്പോൾ ചില കമ്പനികൾ 1 വർഷത്തിൽ 1 മാസം ലീവ് വിത്ത് ടിക്കറ്റ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില കമ്പനി 2 വർഷത്തിൽ ലീവ് അതേപോലെ വിത്ത് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഒരു പ്രൊഫഷണലുള്ള മെച്ചാണ്. എല്ലാവർക്കും അത് കിട്ടുന്നില്ല. അതേപോലെ നല്ല മെഡിക്കൽ ഫെസിലിറ്റികൾ, നമ്മളെ പ്രൊഫഷൻ അനുസരിച്ച് നമ്മളെ ഡെസിഗ്നേഷൻ അനുസരിച്ചുള്ള കാറ്റഗറി വെച്ചുള്ള ഇൻഷുറൻസ് കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ജീവിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഇവിടെ കിട്ടിക്കോളന്നില്ല. ഈ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്ക് അവിടെ പോയാൽ വളരെ ന്യായമായ ചെലവേ ഉള്ളൂ. ഈ ഹോസ്പിറ്റലിലെ കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച 4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ചെലവായ തുക നോക്കുമ്പോൾ ഞാൻ അവിടെ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു 4/1 ഞാനിവിടെ ചെലവാക്കി ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആയിട്ട്. എനിക്കത് അവിടെയാണെങ്കിൽ ആ ഒരു ചെലവില്ല. അതൊക്കെ നമ്മുടെ ഒരു പ്രൊഫഷനെ തരുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. എനിഹാവ് ജീവിതത്തിലുടനീളം അത് ആസ്വദിക്കാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് ആളുകളൊക്കെ ഈ ഒരു മേഖലയിലൂടെ കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. ആസ് ബീങ് എ ചാപ്റ്റർ ഹെഡ്, ഒരു അലുമിനി ഹെഡ് എന്നുള്ള നിലക്കും കൂടെ അതിനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഗെയിൻ നാട്ടിൽ വരുമ്പോൾ വീണ്ടും കാണണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.